നല്ല വിജയമാണ്. സൂപ്പർ പടം, ഇതെല്ലാവരും കാണാനുള്ള പടമാണ്. പിന്നെ ഇതാരും കാണാതിരിക്കരുത്, മിസ് ചെയ്യരുത്. അതുകൊണ്ട് എല്ലാവരും ഈ പടം കാണണം. സൂപ്പർ ഡയറക്ഷനാണ്. നമസ്കാരം. എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ. അതാണ് അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ പലിശക്കാരനായിട്ടാണ്. എന്താണ് നിങ്ങളെന്താ പറയുന്നത്? അത് നല്ല തിരിച്ചുവരവാണ്. അത് പറയാതിരിക്കാൻ നിർത്തിയില്ല. അല്ല, എന്താണ് നിങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ എന്താ തോന്നിയത്? നല്ല സിനിമ. താങ്ക് യു. തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ചൊരു റെസ്പോൺസ് തന്നെയാണ് ആളുകൾ തരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും. പ്രത്യേകിച്ച് അരീഷിൻ്റെ ഒരു തിരിച്ചുവരവ് എന്നുള്ളത് അക്ഷരാർത്ഥത്തിലുള്ള ഒരു വേറെ മാറ്റത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്. ഇതുവരെ ഒരു കോമഡി ട്രാക്കിലൂടെ പോയിരുന്ന ഒരാൾ തികച്ചും വ്യത്യസ്ത മലയാളത്തിലെ വമ്പൻ നടന്മാർ ചെയ്തിരുന്ന ടൈപ്പ് ഒരു കഥാപാത്രമായിട്ടാണ് അരീഷ് പോകുന്നത്. അതാണ് അതിൽ ഏറ്റവും വലിയ തിരിച്ചുവരവായിട്ട് ആഘോഷിക്കുന്നത്. എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും സിനിമ കാണുക, അല്ല തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, വിജയിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അല്ലേ, കോമഡി വേഷത്തിൽ നിന്നും ഇതുവരെ കണ്ടുള്ള സംഭവമല്ല. ശരിക്കും വില്ലനായി മാറി. ഒറിജിനലായിട്ടും പലിശ കൊടുക്കാൻ താല്പര്യമുണ്ടോ? ഒറിജിനലായിട്ടൊക്കെ നിർത്തി. പറയാതെ വിട്ട ഒരു കാര്യമുണ്ട്. അപ്പോഷം തകർത്തു. കുഴപ്പമില്ല. ഫാമിലി സബ്ജക്റ്റ് നല്ല സിനിമ, കുടുംബ സിനിമ, എല്ലാവർക്കും ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സിനിമ. നല്ല സിനിമ, ക്ലീൻ സിനിമ. നല്ല സിനിമ, ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയായിരുന്നു, ഫാമിലി മൂവിയായിരുന്നു, കൊള്ളാം. ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല മൂവിയായിരുന്നു. കൊള്ളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കൊള്ളാം, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരി. നന്നായി. അപ്പുവാശ് തകർത്തു കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പുവാശ് എന്ന് പറഞ്ഞാൽ ഫാമിലി ഉണ്ടാകുന്ന ഒരു നാഥൻ്റെ കഥ ശരിക്കും ശ്യാമേട്ട പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. രാമേഷൻ്റെ ഫസ്റ്റ് സിനിമയെന്ന് തോന്നുന്നു, ഡയറക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് സിനിമയെന്ന് തോന്നുന്നു. ഏതായിരുന്നാലും നന്നായി ചെയ്തു കേട്ടോ, നല്ല രസകരമായി ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇന്ദ്രൻസ് ഉണ്ട്, ഹരീഷ് കണാറിൻ്റെ എല്ലാവരും ഉണ്ട്, അറിയപ്പെടുന്ന എല്ലാ നടന്മാരും ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു കുടുംബനായൻ്റെ കഥ നന്നായി ചെയ്തു. ഒരു എന്താ പറയുക, ഹരീഷ് മറ്റേ അയാൾ ആ നാഥനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് കുടുംബനാഥായിട്ട് അപ്പുവാഷ് തകർത്തു, ഒന്നും പറയാനില്ല. ഓക്കെ, നിങ്ങളെല്ലാവരും സിനിമ പോയി കാണണം കേട്ടോ, നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, താങ്ക് യു. നല്ല പടമാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്ലാസ് പരിപാടിയാണ്. ഹരീഷ് ചേട്ടൻ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മധുരക്കണക്ക് എന്ന സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. നല്ലൊരു മധുര പ്രതികാരം പോലെ തോന്നുന്നു. അതായത് ശരിക്കും കണക്ക് മാഷ് പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം. അതാണ് അതിൻ്റെ ഒരു സന്ദേശം കൊടുത്തിരിക്കുന്നത്. പല വ്യതിയാനങ്ങളിലൂടെ പോകുന്ന ഒരു കഥാപാത്രം ഹരീഷ് പേരണ്ടിയുടെ. അതുപോലെ ഹരീഷ് കണാരൻ വില്ലനായിട്ട് വന്നിരിക്കുക, ഇതുവരെ നമ്മളെയൊക്കെ കോമഡിയിലൂടെ ചിരിപ്പിച്ച നായകൻ. അതുപോലെ നിർമ്മൽ പാലാഴി, നിഷാ സാരംഗ്, ഇവരൊക്കെ മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇതിലുപരി ഹരീഷ് പേരൻ്റെ മകൻ വിഷ്ണു പേരടി ഒരു ഗംഭീര ക്യാരക്ടർ നായകനായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നായകന് വേണ്ട എല്ലാവിധ ലുക്കുമുള്ള വ്യക്തിയാണ്, നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഗാനങ്ങളുണ്ട്. ആമിന നിജാമാണ് നായികയായിട്ട് വന്നിട്ടുള്ളത്. സെന്തിൽ കൃഷ്ണ അഭിനയിച്ചിട്ടുണ്ട്. പാട്ടുകൾ കൊള്ളാം. പിന്നെ ഇത് രാധേശ്യാം എന്ന പ്രൊഡക്ഷൻ കൺട്രോൾ, നിരവധി വർഷമായി സിനിമയിലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്ത രാധേശ്യാമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഹരീഷ് പേരടിയുടെ പ്രൊഡക്ഷനാണ്. എല്ലാത്തിലും ഒരു നല്ലൊരു കഥ, മധുരക്കണക്ക് തന്നെ. ഇത് നമ്മൾ ജീവിതത്തിൽ പഠിച്ച പാഠങ്ങളും നമ്മൾ 10ാം ക്ലാസ് നമ്മൾ പഠിച്ചു വരുമ്പോഴുള്ള അതിന് താഴ്ന്നുള്ള നമ്മൾ സ്കൂൾ തലങ്ങളിൽ കിട്ടിയ അറിവ് പിന്നീട് ജീവിതത്തിൽ എങ്ങനെ പ്രാക്ടിക്കലാക്കാതെ കാണിക്കുന്നൊരു സന്ദേശം കൂടി ചിത്രത്തിലുണ്ട്. ഏതായാലും നല്ലൊരു മൂവിയാണ് മധുരക്കണക്ക്. നല്ലൊരു കുടുംബ സമേതം കാണാൻ പറ്റുന്ന മൂവിയാണ്. നല്ലൊരു പ്രത്യേക അനുഭവമായിരുന്നു. ഞാൻ ഈ സിനിമയുടെ സംവിധായകനാണ് ഞാൻ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു കുറേ വർഷം, ഏകദേശം 30 വർഷത്തോളം പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ആദ്യമായിട്ടാണ് സിനിമയുടെ സംവിധാനമാകുന്നത്. ഇതിനകത്തുള്ള ഒരു പ്രത്യേക സബ്ജക്റ്റാണ് ഹീറോ. എല്ലാ ആർട്ടിസ്റ്റുകളും ഓരോ ക്യാരക്ടേഴ്സും ഇതിനകത്ത് വളരെ പ്രാധാന്യം ഉള്ളതാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. നല്ല രീതിയിൽ എന്താണ് പറയുക, മലയാളികൾക്ക് നല്ല രീതിയിൽ നല്ലതിനെ സ്വീകരിക്കുന്ന മലയാളി പ്രേക്ഷകരാണ് നമ്മൾ. അവർക്ക് നല്ലൊരു അനുഭവം നമുക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്
അത് ബാക്കി എല്ലാവരും പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. എല്ലാവരും ഈ സിനിമ കാണുക. സബ്ജക്റ്റ് പ്രത്യേക സബ്ജക്റ്റാണ്. എല്ലാവരും ഈ സിനിമ കണ്ട് വിജയിപ്പിക്കണം. നല്ലൊരു സിനിമയാണ്. നല്ല പാട്ടുകളുണ്ട്, എല്ലാം ഉണ്ട്. കുറച്ച് സസ്പെൻസും കാര്യങ്ങളും ത്രില്ലിങ്ങും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ വിജയിപ്പിക്കണമെന്നാണ് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നത്. ഒബിയസ്ലി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ സ്ക്രിപ്റ്റ് കുറേ നാളായിട്ട് അറിയാവുന്ന സ്ക്രിപ്റ്റ്. അപ്പം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും വളരെ ഭംഗിയായിട്ട് സ്ക്രീനിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. നമുക്ക് അത് വർക്കായി എന്നാണ് എൻ്റെ വിശ്വാസം. കുറേ പേര് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കേൾക്കുന്നത് സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. ഇത് നല്ലൊരു പടമാണ്. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ് പറയാനാണെങ്കിൽ ഓരോരുത്തരുടെ ക്യാരക്ടറാണെങ്കിലും ഡിഫറെൻ്റ്, നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഓരോരുത്തരുടെ ക്യാരക്ടർ. ഇപ്പം ഹരീഷ് കണാരൻ ചേട്ടൻ്റെ ക്യാരക്ടറാണെങ്കിലും അച്ഛൻ്റെ ക്യാരക്ടറാണെങ്കിലും ഒക്കെ സ്ഥിരം വരുന്ന എല്ലാവരും സ്റ്റീരിയോ ടൈപ്പായിട്ട് ചിന്തിക്കുന്നതിനെക്കാട്ടും വ്യത്യാസമുള്ളൊരു ക്യാരക്ടറാണ്. അവരുടെയൊക്കെ പെർഫോമൻസ് എല്ലാവരും തന്നെ ഓരോ ആക്ടേഴ്സിൻ്റെ ആണെങ്കിലും നിർമ്മലേട്ടനാണെങ്കിലും പ്രദീപേട്ടൻ കുറേ എല്ലാ ആക്ടേഴ്സ് ആണെങ്കിലും നല്ല രീതിയിൽ നിശ്ചയിച്ച് അങ്ങനെ ആമിന എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പടം വളരെ നല്ലതായിരുന്നു. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അറിയാലോ, ഒരു പ്രശസ്തനായ നാടകത്തിൻ്റെ കഥയാണിത്. ഇത് സൂപ്പറായിട്ട് അത് ചെയ്തിട്ടുണ്ട്. രാധേശ്യാമിൻ്റെ ഫസ്റ്റ് മൂവിയാണെന്ന് പറയത്തില്ല. എല്ലാവരും തിയേറ്ററിൽ വാച്ച് ചെയ്യണം കേട്ടോ. എല്ലാവരും പെർഫോമൻസ്, പ്രത്യേകിച്ച് ഹരീഷ് ചേട്ടൻ, പിന്നെ ബാക്കിയുള്ള എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിഷ, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ്. ഞങ്ങൾ എൻ്റെ ഭാഗമായിരുന്നു. ഞങ്ങൾ ഷൂട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ചെറിയൊരു ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് എല്ലാവരും തന്നെ നന്നായിട്ട് ചെയ്തെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. സിനിമ കണ്ടായിരുന്നു, കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. സിനിമ നല്ല ത്രില്ലിങ്, നമുക്ക് വിഷമം നമുക്ക് ടച്ച് ചെയ്യുമല്ലേ, നല്ല സിനിമ, നല്ല ഇമോഷണലി ഇതെല്ലാം വരുന്നവര് കണക്കിന്റെ പിന്നെ നല്ല പെർഫോമൻസ്, എല്ലാവരും നല്ലോണം പെർഫോമൻസ് കാഴ്ചവെച്ചു. അതെ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും കാണാൻ പറ്റുന്ന. ഞങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലി നല്ലോണം ഇഷ്ടപ്പെടും. മാത്സിനെ പറ്റിയിട്ടാണല്ലോ പറയുന്നത്. അതെ, മാത്സ് ഇഷ്ടമാണോ? ആ, എനിക്ക് ഇഷ്ടമാണ്, അവനും ഇഷ്ടമാണ്. ഇഷ്ടമാണെന്നേ ഉള്ളൂ, എനിക്ക് കൂട്ടാറുള്ളൂ അത്രയ്ക്ക്.